സ്വാതി ഇടവക്കോട് സ്ഥാനാർത്ഥിയാണ്. അതേസമയം ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് 40 വർഷമായി CPM ഭരിക്കുന്ന ഒരു വാർഡാണ് ഇടവക്കോട് എന്ന് പറയുന്നത്. ഈ ഇടവക്കോട് വാർഡിൽ BJP സ്ഥാനാർത്ഥിയായ ചെറുപ്പക്കാരിയായ സ്വാതി S. കുമാർ വിജയിച്ചിരിക്കുന്നു. 40 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് 40 വർഷമായി CPM ഭരിക്കുന്നു. അതേസമയം തന്നെ 40 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സ്വാതി S. കുമാർ ഇവിടെ വിജയിച്ചു കയറുന്നു. CPM-ന്റെ കോട്ട കൊത്തളമാണ് ഇവിടെ BJP ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എന്ത് പറയാനാ, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു എൻ്റെ. അതിൽ ജയിച്ചു. അത് ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ എൻ്റെ ജനങ്ങളോടാണ് നന്ദി പറയണത്. പിന്നെ എൻ്റെ പ്രവർത്തകർ, രാപ്പകലില്ലാതെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രവർത്തകർ, അവരൊരിക്കലും ഞാൻ കൈവിടില്ല. കാരണം അവർ എനിക്ക് വേണ്ടി രാത്രികൾ പകലാക്കി വർക്ക് ചെയ്തവരുണ്ട്. ഒരുപാട് സന്തോഷം. എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഞാൻ വികസനം ചെയ്യും. ഡെവലപ്മെന്റ്സ് എന്ന പേരിൽ അവരെ ദ്രോഹിക്കായിരുന്നു ഇത്രയും നാളും. അതിനി മാറ്റി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വികസനമായിരിക്കും എന്റെ ഭാഗത്തുനിന്ന് ഇടവക്കോട് വാർഡിൽ. CPM-ന്റെ ഒരു കോട്ടയാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത്. ഈ കോട്ട പൊളിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അതെ, പൊളിയുമെന്ന് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ വികസനം അങ്ങനെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രാമായണത്തിൽ രാമന്റെ 14 വർഷത്തെ വനവാസം ഞങ്ങളെ പ്രവർത്തകരുടെ 25 വനവാസം കഴിഞ്ഞു. ഇനി അവരുടെ പട്ടാഭിഷേകമാണ്. ഇടവക്കോട് ഞങ്ങളുടെ BJP പ്രവർത്തകരുടെ പട്ടാഭിഷേകം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്.